ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഒക്കെ നമ്മുടെ ഒരുപാട് കൂട്ടുകാരും അയൽവക്കക്കാരും ഒക്കെ നമ്മളെ വിളിക്കാറുണ്ട്, നമ്മളെ വിളിച്ച് ഫുഡൊക്കെ തരാറുണ്ട്, അവരുടെ ആഘോഷങ്ങളിൽ നമ്മളെ പങ്കാളികളാക്കാറുമുണ്ട്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെസഹാവ്യാഴ ദിനത്തിൽ ഞങ്ങളെ ഒരാൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. എനിക്കിതുപോലെ അപ്പമൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അവരുടെ ഒപ്പം നിന്ന് കട്ട് ചെയ്ത് അവർക്കും കൊടുത്ത് ഞാനും കഴിച്ച് ആ ഒരു ദിവസം സന്തോഷമാക്കിയത്. എൻ്റെ ലൈഫിൽ ആദ്യമാണ്, എൻ്റെ മാത്രമല്ല ചേട്ടൻ്റെ ലൈഫിലും. അത് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം മുറ്റത്ത് കിടന്ന് കളിയാ കേട്ടോ. സഹിക്കാൻ പറ്റാതെ, എനിക്കിതൊന്നും കണ്ട് ക്ഷമിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവസാനം ഞാനും ഇറങ്ങി ഗൈസ് കളത്തിലേക്ക്. പിന്നെ കളിയായി, ചിരിയായി, സന്തോഷമായി. എല്ലാവരോടും ഒന്നിച്ച് കൂടിയപ്പോൾ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. നിങ്ങളെയൊക്കെ ചിരിപ്പിക്കുക അല്ലെ നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഏക ലക്ഷ്യം. അതിനു വേണ്ടി ഞാൻ എന്തൊക്കെ കാണിക്കാവോ അതെല്ലാം അവിടെ നിന്ന് കാണിക്കും. ക്യാമറാമാനും നമ്മുടെ സന്തുവേടനായതുകൊണ്ട് ആളെ മാത്രം കറക്കി വിടാൻ എനിക്ക് പറ്റിയില്ല. അതുമാത്രമല്ല, തൻ്റെ ഈ കരക്കിരിക്കുന്ന പെണ്ണുങ്ങൾ ഒരൊറ്റ ഒരെണ്ണം ഇറങ്ങിയില്ല കേട്ടോ. എല്ലാ എണ്ണത്തിനും നാനമ്മ പോലെ നാണം മാറിയിരിക്കുമായിരുന്നു. പക്ഷേ ഇവളമാരറിയുന്നില്ലല്ലോ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ എല്ലാം പകർത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അവിടെ ഇരിക്കട്ടെ, വീഡിയോ വരുമ്പോൾ കണ്ടാൽ മതി. സ്ത്രീയും കൂട്ടുകാർ ഫുള്ളി എൻജോയ്മെൻ്റ് ആയിരുന്നു. കളിയും ആടിത്തിമിർപ്പും എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അവശരായി വന്ന ഞങ്ങളുടെ മുന്നിൽ ഷീനച്ചേച്ചി വക വിഭവ സമൃദ്ധമായ സദ്യ. കപ്പയും മീൻകറിയും ചിക്കനും ചോറും തോരനും സലാഡും പപ്പടവും അച്ചാറും, എൻ്റെ പൊന്നേ വലിയൊരു സദ്യ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ഊണിന് ശേഷം നല്ല മധുരവും കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് തിരികെ പോകുന്നത്. എന്തായാലും ഈ ഒരു ദിവസം ഞങ്ങളോടൊപ്പം നിങ്ങളും സന്തോഷിച്ചു എന്ന് കരുതുന്നു. ഇനി അടുത്ത ഒരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നത് വരേക്കും ടാറ്റാ, ഗുഡ് ബൈ.